ശ്രീ പ്രശാന്ത്, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ശിവസേനയിൽ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികൾ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? ഇപ്പോൾ ശിവസേനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ശിവസേന ഒന്നെങ്കിൽ ലയിക്കണം. അപ്പം അവിടെ ഈ മഹാരാഷ്ട്രയിലെ വമ്പൻ ടിസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 100ാം വാർഷികം RSSൻ്റെ 100ാം വാർഷികം. അപ്പോൾ അവിടെ ഏറ്റവും RSSൻ്റെ 100ാം വാർഷികം എന്ന് പറയുമ്പോൾ RSSൻ്റെ ആസ്ഥാന കേന്ദ്രം നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. ഒരുപക്ഷെ ആഘോഷങ്ങൾ ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം ആണെങ്കിൽ പോലും അതിൻ്റെ ആസ്ഥാനത്ത് BJP അധികാരത്തിൽ വരേണ്ട ഒരാവശ്യം RSSനുണ്ടായിരുന്നു. അതൊരു പക്ഷേ വന്നാൽ മാത്രം പോരാ, അത് BJPയുടെ മാത്രം ഭാഗമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. അതേ രീതിയിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. കാരണം അവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാതായിട്ടുള്ള ഒരു ഭരണമാണ് വന്നത്. പ്രതിപക്ഷം ഇല്ലാതാവുമെന്ന് പറയുമ്പോഴും ഈ 10ഉം 16ഉം അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു 10-46 സീറ്റ് പ്രതിപക്ഷത്തിനുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ച ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ശരത് പവാർ അജിത് പവാറുമായിട്ട് ഒന്നിച്ചാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ശരത് പവാർ അജിത് പവാറായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ പഴയതുപോലെ ആർഗ്യുമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും 10 MP നിൽക്കുകയാണല്ലോ. ആ MP 10 പേർ നിൽക്കുമ്പോൾ അതിനകത്തൊരു MP കേന്ദ്രമന്ത്രിയാക്കണം. MP കേന്ദ്രമന്ത്രിയാക്കുന്നതിന് ഒരുപക്ഷെ BJPക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല, പക്ഷേ അജിത് പവാറിന് അതിനകത്ത് ഒരു അസ്വാരസ്യം കാണും. അപ്പോൾ ഇവരെ എല്ലാം കൂടെ അവർ തമ്മിൽ ഒരു പവാറിൻ്റെ അമ്മാവനും ചേഴക്കാരനും കൂടെ ഒരു ചർച്ച ഉണ്ടാകണം. അമ്മാവനും ചേഴക്കാരനും വന്നാലും രാഷ്ട്രീയത്തിനകത്തുള്ള ബലാബലവും ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള തർക്കമാണല്ലോ അവർ തമ്മിൽ പിളരാൻ പോലും കാരണമായത്. അപ്പം ഇനി വന്നാലും പവാർക്ക് അവിടെ ഒരു അജിത് പവാറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പവാറിൻ്റെ മകളാണ്. ഈ മകളെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു നല്ല പോസ്റ്റിലാക്കിയിട്ട് ഈ അന്ത്യശ്വാസം വലിക്കണമെന്നുള്ള രീതിയിലാണ് ഈ ശരത് പവാർ നിൽക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു കൂട്ടിച്ചേരലിന് ശ്രമിക്കുകയും അജിത് പവാർ ആ രാഷ്ട്രീയത്തിനകത്ത് അയാൾക്ക് അപകടം പറ്റാതിരിക്കേണ്ട ഭാഗത്ത് നോക്കേണ്ടതായിട്ട് ക്രമം. അപ്പം അതുകൊണ്ടാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. അതുപോലെ തന്നെയാണ് ശിവസേനയുടെ പ്രശ്നം. ശിവസേന ഉദ്ധവ് താക്കറെ ഫഡ്നാവിസ് അവിടെ ഇപ്രാവശ്യം ഇലക്ഷൻ നേരിട്ട് റിസൾട്ട് വന്നതിന് ശേഷം ആദ്യമേ പറയുന്ന ഫഡ്നാവിസ് ആ മുഖ്യമന്ത്രി എന്ന്, അത് BJPയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷിയുടെ ഭാഗത്തുനിന്നും ഒക്കെ പറയുന്നതിന് മുമ്പേ ആദ്യമേ ഉദ്ധവ് താക്കറെ ആണ് പറയുന്നത് ഫഡ്നാവിസാണ് മുഖ്യമന്ത്രി. ഫഡ്നാവിസ് ആ മുഖ്യമന്ത്രി എന്ന് പറയുമ്പം ഫഡ്നാവിസും ഈ പറയുന്ന ഉദ്ധവ് താക്കറെയും തമ്മിൽ പലവട്ടം കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച തന്നെ 3 വട്ടം ഉദ്ധവ് താക്കറെയുടെ മകൻ, എനിക്ക് തോന്നുന്നു ആദിത്യ താക്കറെ, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ കൂടിക്കാഴ്ചകൾക്കകത്ത് വലിയൊരു തന്ത്രമുണ്ട് ഫഡ്നാവിസിന്. ഫഡ്നാവിസിനെ അധികാരത്തിൽ വരുന്നതിന് 2 ആഴ്ച താമസിപ്പിക്കുന്നതിന് ഫഡ്നാവിസിൻ്റെ കൂടെ നിൽക്കുന്ന ശിവസേന ഷിൻഡയ്ക്കൊരു കളി ഉണ്ടായിരുന്നു. ഷിൻഡ പലവട്ടമായിട്ട് ഫഡ്നാവിസിനെ ഇട്ടൊന്ന് വട്ടം കറക്കി. വട്ടം കറക്കിയാൽ ഒന്നും സംഭവിക്കാനില്ലെങ്കിൽ പോലും കേന്ദ്രത്തിലെ BJPയുടെ ഭൂരിപക്ഷത്തിനകത്ത് ശകലം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഘടകകക്ഷി മാറി നിൽക്കേണ്ടി വന്നാൽ അത് കേന്ദ്രത്തെ ബാധിക്കും. ഇത് ലാക്കാക്കി തണലാക്കി ഒരുപക്ഷെ ഇത്രയും ഭൂരിപക്ഷമുള്ള ഒരു മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്ന ഒരു മുന്നണിക്ക് അകത്ത് ഒരു കളി കളിക്കാൻ ഈ പറയുന്ന ഇപ്പം ഫഡ്നാവിസിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ശിവസേന ശ്രമിച്ചു. അപ്പം അതിന് ചെക്കിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതങ്ങോട്ട് മാറിപ്പോയാൽ പോലും അത്രയും തന്നെ MP അതിനേക്കാട്ടിൽ ഒരാൾ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ വരുന്ന MP MLA കാര്യത്തിലേ കുറവ് വരുന്നുള്ളൂ. MLA കാര്യത്തിൽ കുറവ് വരുമെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ അപ്പുറം വരത്ത രീതിയിൽ 20 MLA ഉണ്ട്. അപ്പം ആ ഒരു അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു, ഉദ്ധവ് താക്കറെ തയ്യാറായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഫഡ്നാവിസിന് താല്പര്യമായി നിൽക്കുന്നു, RSSന് അതിനകത്ത് ഏറ്റവും വലിയ ഇടപെടൽ നടക്കുന്നു. RSSന് ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ വീണ്ടും BJPക്കകത്ത് വരുന്നതിനകത്ത് ആദ്യ തൊട്ടേ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അപ്പം അങ്ങനത്തെ ഒരു ചർച്ച അവിടെ ഉരുത്തിരിക്കാൻ അല്ലെങ്കിൽ ഉദ്ധവ് തയ്യാറാണ്. ഇതിനകത്തെ ശിവസേനയെ കൂടി കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അപ്പം ഈ പറയുന്ന ഇരട്ടി ഫലം കിട്ടും. അപ്പോൾ വീണ്ടും അത്ര MP വരുമല്ലോ. ഇപ്പോൾ ഒരാളെ മാറ്റി നിർത്തിയാൽ കറക്റ്റ് അളവല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ശരത് പവാർ അജിത് പവാർ ഒന്നിക്കുമ്പോൾ അത് BJPയുടെ ഭാഗമാകും. ഉദ്ധവ് താക്കറെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഷിൻഡയും കൂടെ ഒന്നിക്കുമ്പോൾ അതിൻ്റെ ഭാഗവും. അപ്പം ഇത് ഈ ഒന്നിക്കലിന് നേതാക്കന്മാർ തമ്മിലുള്ള ചർച്ചയും
അല്ലെങ്കിൽ അവർ തമ്മിലുള്ള യോജിപ്പും അവർ തമ്മിലുള്ള മത്സരവും മാത്രമാണ് പ്രശ്നം. ബി ജെ പിക്കകത്തോ ആർ എസ് എസിനകത്തോ അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അവർ വരുന്നതിന് വേണ്ടി ഈ പറയുന്ന പച്ചക്കൊടി കാണിച്ചിട്ടിരിക്കുകയാണ്. ആർ എസ് എസും അങ്ങനെ തന്നെ, ബി ജെ പി അത് തന്നെ, ഫഡ്നാവിസും അത് തന്നെ. മാത്രവുമല്ല, ഇതിനെല്ലാം തടയിട്ടുകൊണ്ട് നിന്ന നമ്മുടെ സഞ്ജയ് റാവത്ത്, അദ്ദേഹത്തെ പറ്റി അറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച സഞ്ജയ് റാവത്തിനെ പറ്റി നമ്മൾ തന്നെ ഒരു ടോക്ക് ചെയ്ത്. കാരണം ഉദ്ധവ് താക്കറെ വീട്ടിലിട്ടിട്ട് ഉദ്ധവ് താക്കറെയും മകനും കൂടെ വളരെ വൃത്തിയായിട്ട് ഇതുവരെ കാണിച്ചതിന് പുള്ളിക്ക് പാരിതോഷികം കൊടുത്തിപ്പം ഒന്ന് ഇടിച്ചു പിഴിഞ്ഞ് നിർത്തിയേക്കാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ഭാഗമായിരുന്നു ബി ജെ പി, അതിപ്പോഴും അവരാണ് ഞങ്ങളെ ഒഴിവാക്കിയത്, ഞങ്ങൾക്കിപ്പോഴും അവരോട് യാതൊരു താല്പര്യക്കുറവുമില്ല. അപ്പം ഞങ്ങൾ അവരുടെ ഭാഗമായാൽ നാളെ കാലത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയമാകുമ്പോൾ ഇത്തരത്തിൽ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നാളെ കാലത്തെ മാറി വലിയൊരു അടുപ്പത്തിലേക്ക് പോകും എന്ന് വിചാരിക്കുന്നു. അപ്പം അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്, മനസ്സിലായില്ലേ? അപ്പം ഈ മഹാരാഷ്ട്രയിലെ ട്വിസ്റ്റ് ഒരു പക്ഷേ 16 MLA-മാർ മാത്രമാകുന്ന ഒരു പ്രതിപക്ഷമോ ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന ഒരു ഭാഗത്ത് അങ്ങ് നിന്നുകൊള്ളാമെന്നൊന്നുമില്ല. ഈ കോൺഗ്രസും ഇതിനകത്തോക്ക് അല്ലെങ്കിൽ ഈ സഖ്യത്തിനകത്തേക്ക് കൂടണയുകയാണെങ്കിൽ പവാറും ശരത് പവാറുമായിട്ടുള്ള തർക്കം മാറി, അല്ലെങ്കിൽ ഇപ്പോൾ അവർ തമ്മിലുള്ള ഈ നേതൃനിരയിലുള്ള തർക്കം മാറ്റി വരികയും ഉദ്ധവ് താക്കറെയും ഷിൻഡെയും തമ്മിൽ പറഞ്ഞ് തീരുമാനമാക്കി വരികയും കോൺഗ്രസിൻ്റെ MLA-മാർ ഏത് വശത്ത് എപ്പോഴും വേണമെങ്കിലും എങ്ങോട്ടും ചാടുന്ന ഒരു അവസ്ഥയിൽ വന്നാൽ അവിടെ പ്രതിപക്ഷമില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് പോകും. അതായത് മഹാരാഷ്ട്രയിൽ BJP-യുടെ അപ്രമാദിത്വം, അതായത് RSS-ന്റെ അപ്രമാദിത്വം, ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷമില്ലാത്ത ഒരു നിയമസഭ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടായി വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പറയും. ഇതുപോലെ ബഹുഭൂരിപക്ഷത്തിൽ നിയമസഭ ഉണ്ടായിരുന്ന ഒരു പക്ഷേ ഡൽഹിയിലായിരുന്നു. അന്ന് 3 പേർ പറയുന്നത് പോലെ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7 പേരോളം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് പൂർണ്ണമായിട്ട്, കാരണം 16 MLA-മാർ പോലും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇവരെ വേണ്ട, അല്ലെങ്കിൽ അതിന് താല്പര്യം BJP എടുക്കുന്നില്ല. BJPക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ പറയുന്നത് പോലെ ഇതിനെയെല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 16 വരുന്നതിനകത്തും ചുമ്മാതെ വരത്തില്ലല്ലോ. ഒന്നെങ്കിൽ ഈ പറയുന്ന വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾ സാധിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്നവർക്കെല്ലാം മന്ത്രിയാണ്. കാരണം അവിടെ മന്ത്രിയായാലും ഒക്കെ നല്ലതാണല്ലോ. ഇപ്പം ഏറ്റവും അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇതിനകത്ത് കോൺഗ്രസ് പറയുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്. കോൺഗ്രസ് ഇതിനു മുമ്പേ അങ്ങ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഏതാ കൂട്ടത്തിൽ മത്സരിച്ചാൽ 16 ഉള്ളൂ. അപ്പോൾ പിന്നെ BJP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ്, RSS-ന്റെ തീരുമാനം ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പറയുന്നത്. അല്ല, അത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഫലം അത്തരത്തിലാണല്ലോ ഉണ്ടായത്. അത് ഉണ്ടായത്. അപ്പോൾ ഉദ്ധവ് താക്കറെ അവർക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റും. കാരണം ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നതിനകത്ത് നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. അവരുടെ ഈ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ആ കോർപ്പറേഷനെങ്കിലും ഒറ്റയ്ക്ക് പഴയതുപോലെ നിലനിർത്തി പോകാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു ബലത്തിൽ, കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ബാക്കി ഇവിടുത്തെ ഈ കോർപ്പറേഷനുകളുടെ കൂട്ടൊന്നും അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. അതായത് ഒരു നിയമസഭ, കേരളത്തിലെ നിയമസഭ അല്ലെങ്കിൽ കേരള നിയമസഭയെക്കാട്ടിലൊക്കെ വലിയ സമ്പത്തും അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ കരുത്തും, അല്ലെങ്കിൽ അതിനകത്തൊരു കോർപ്പറേഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോസ്റ്റാണ്. കാരണം മാത്രമല്ല അതിനകത്തെ ഒരു കൗൺസിലറായിട്ട് ഇരിക്കുന്ന ആൾക്ക് പോലും അവിടെ MLA-ക്കാട്ടി വലിയ വെയിറ്റാണ്. കാരണം പദവി MLA-യുടെ അത്രയും വരുന്നില്ലെങ്കിലും അയാളുടെ ഒരു വലിപ്പം ആണ്, അത്രയ്ക്ക് സമ്പത്തുള്ള ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ. അപ്പോൾ ഈ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ BJP RSS പറയുന്ന BJP എടുത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കരുത്ത് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പിടിക്കുവാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് മത്സരിക്കുക തന്നെ ചെയ്തു. പക്ഷേ ഒരു 10 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് BJP-യും ഈ പറയുന്ന ഉദ്ധവ് താക്കറയുടെ ശിവസേനയും തമ്മിൽ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ ഇപ്പോഴും ഉദ്ധവ് താക്കറയുടെ കയ്യിലാണ്, ഇത്രയും കാലത്തിനകത്ത് ഉദ്ധവ് താക്കറയുടെ കയ്യിലാണ്. അത് ഉദ്ധവ് താക്കറേക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി സാധിക്കത്തില്ല. ഏതായാലും ഈ പ്രാവശ്യം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒറ്റയ്ക്ക് വിജയിച്ചാൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷത്തോടല്ല മത്സരം, ഇതിനകത്ത് നിൽക്കുന്ന ഷിൻഡെ വിഭാഗത്തിനോടും അല്ലെങ്കിൽ പവാർ വിഭാഗത്തിനോടും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കും മഹാരാഷ്ട്രയിൽ പലതും എന്ന് കാണിക്കുന്നതിന് വേണ്ടി പോലും അത് ഉപകരിക്കും എന്നാണ് RSS-ന്റെ ഉപദേശം. അതായത് പ്രതിപക്ഷം ഇല്ലാത്ത ഒരു BJP-ക്ക് മഹാരാഷ്ട്രയിൽ എന്തും സാധിക്കും എന്ന് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോടുകൂടി
കൂടെ നിൽക്കുന്ന ആൾക്കാരോട് കൂടി കാണിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ മുനിസിപ്പൽ ഇലക്ഷനെ BJPയും RSSും ഉപയോഗിച്ചാലും അതിശയിക്കാനും. അപ്പോൾ എനിക്ക് തോന്നുന്നു ശിവസേനയുടെ ഭാവി ഒരുപക്ഷെ അപകടത്തിലാകാനുള്ള കൂടുതൽ സാധ്യത ഭാവിയിലുണ്ടാകാവില്ല. ഈ ശിവസേനയുടെ ഭാവി അപകടത്തിലാക്കുന്നതിന് RSSന് വലിയ താല്പര്യമില്ല. ശിവസേന നോക്കിക്കണ്ട് നിന്നില്ലെങ്കിൽ അപകടത്തിലാവും. അത് കാരണം ഇപ്പോഴത്തെ ഫഡ്നാവിസിൻ്റെ ഒരു തിരിച്ചുവരവ് അതാണ് കാണിക്കുന്നത്. കാരണം RSS അതുപോലെ നിൽക്കുകയാണ്. RSS ഇവനെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുള്ള ധാരണ ആദ്യമൊട്ടേ ഉണ്ട്. കാരണം ആദ്യം തൊട്ടേ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, ഇല്ലായ്മ കാലത്ത് ഭാഗമായിട്ട് നിന്നത് ശിവസേന ആയതുകൊണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിലെ RSSൻ്റെ ഇടപെടലിന് ശേഷം വന്ന റിസൾട്ട് കാണിക്കുന്നത് ആരുടെയും സഹായം BJPക്കും RSSനും ഇപ്പം മഹാരാഷ്ട്രയിൽ ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.